ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടി വരുന്ന ഓരോ തീരുമാനത്തിലും, നമ്മുടെ യാത്രകളുടെ ഓരോ വഴിത്തിരിവിലും, നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും പരിശുദ്ധാത്മാവിന്റെ നയിക്കപ്പെടൽ ഉണ്ടാകാറുണ്ടോ? അത് നമുക്ക് മനസ്സിലാകാറുണ്ടോ? ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ നിന്നാണോ, അതോ ലോകാരൂപിയിൽ നിന്നാണോ, അല്ലെങ്കിൽ പിശാചിൽ നിന്നാണോ ഉത്ഭവിച്ചതെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് ഫ്രാൻസിസ് പാപ്പ ചോദിക്കുന്നു. വിവേചിച്ചറിയലിലൂടെ കണ്ടെത്തുക എന്നതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പാപ്പ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒരു ശക്തി ഇതിന് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനോട് യാചിച്ചു നേടേണ്ട ഒരു അമൂല്യ ദാനമാണ് വിവേചനാശക്തി. പ്രാർത്ഥന, വിചിന്തനം, വായന, ആലോചന തേടൽ എന്നിവയിലൂടെ പരിശുദ്ധാത്മാവിൽ നിന്നും ഈ ദാനം നേടിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വിവേചിച്ചറിയലിന്റെ ദാനം ഇന്ന് വളരെ അത്യാവശ്യമാണ്. കാരണം സമകാലീന ജീവിതം നമുക്ക് നന്മയിൽ നിന്ന് വ്യതിചലിക്കാനുള്ള എല്ലാ സാധ്യതകളും നൽകുന്നു. നമുക്ക് വിവേചിച്ചറിയലിന്റെ ജ്ഞാനമില്ലാതിരുന്നാൽ നാം വളരെ പെട്ടെന്ന് പരീക്ഷണങ്ങളിൽ വീണുപോകുന്നു. ഏതെങ്കിലും ഒരു പുതുമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിവേചിച്ചറിയൽ കൂടുതൽ പ്രാധാന്യമുള്ള കാര്യമായി തീരുന്നു. ഇത് ദൈവത്തിൽ നിന്നാണോ, അതോ ലോകത്തിന്റെ ചൈതന്യമാണോ, അല്ലെങ്കിൽ പിശാചിൻ്റെതാണോ എന്ന് അപ്പോൾ നാം തിരിച്ചറിയണം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിവേചിച്ചറിയലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. എല്ലാം പരിശോധിച്ചറിയുക, നന്മയായതിനെ മുറുകെ പിടിക്കുക. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.